ഡിയേഴ്സ് വെൽക്കം ബാക്ക്. മക്കളെ കഴിഞ്ഞ വർഷം നടന്ന ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ വെയിറ്റേജ് നോക്കാം. അപ്പൊ ഈ വർഷം ചിലപ്പോൾ ചെറിയ രീതിയിൽ ഹെൽപ്ഫുൾ ആകും അല്ലെ. സൊല്യൂഷനിലേക്ക് ആണെങ്കിൽ 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ 9 മാർക്ക് വെയിറ്റേജ് അല്ലെ, കെമിക്കൽ കൈനറ്റിക്സ് 8 മാർക്ക്. ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്ന് നല്ല രീതിയിൽ വെയിറ്റേജ് ലഭിച്ചു. അതിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രി ആണെന്ന് ഓർമ്മിക്കുക. ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് 4 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് 10 മാർക്ക്, ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീൻസിൽ നിന്ന് 11 മാർക്ക്, ആൽക്കഹോളിൽ നിന്ന് കുറച്ച് കുറഞ്ഞു 5 മാർക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുക ആൽക്കഹോൾ ഫീനോൾ സീതേഴ്സ് ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 5 മാർക്കാണ്. ഇത്തവണ നമ്മൾ ഒരു 8-9 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ആൽഡിഹൈഡ്സിൽ നിന്ന് 9 മാർക്ക്, അമൈൻസും ബയോമോളിക്യൂൾസും ചെറിയ ചാപ്റ്റർ ആണ്, 5-6 മാർക്കാണ് ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എപ്പോഴും 5-6 മാർക്ക് തന്നെയാണ്. ബയോമോളിക്യൂൾസ് ആൻഡ് അമൈൻസ് 5 മാർക്ക് തന്നെയാണ്. അതിൽ കൂടുതൽ ഉണ്ടാവുക ആൽഡിഹൈഡ്സിൽ കൂടാൻ ചാൻസ് ഉണ്ട് അല്ലെ, ഒരു കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആൽക്കഹോൾ നല്ല അത്യാവശ്യം വെയിറ്റേജ് കിട്ടേണ്ട ഒരു ചാപ്റ്റർ ആണ്. മക്കളെ നിങ്ങളിപ്പോ പഠിച്ചു തുടങ്ങി, കുറച്ച് പഠിച്ച് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവര് ആ അവസാനത്തെ 2 ചാപ്റ്റർ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അവസാനത്തെ 2 ചാപ്റ്റർ ഒരു ചാപ്റ്ററോട് ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മൊത്തം ഒരു 78 മാർക്ക് ചോയ്സ് ഉൾപ്പെടെ വരും. അതിൽ 60 മാർക്ക് എഴുതിയാൽ തന്നെ ഫുൾ മാർക്കാണ്. അപ്പൊ ഏതെങ്കിലും ടഫ് ആയിട്ടുള്ള 2-3 ചാപ്റ്റേഴ്സ് ഒഴിവാക്കി തന്നെ പഠിക്കുക അല്ലെ. അപ്പൊ ഏകദേശ വെയിറ്റേജ് ആണ് ഇതൊരു 8, 9, 10 റേഞ്ച് ആണ് ഓരോ ചാപ്റ്ററും. ഇതിൽ വെയിറ്റേജ് കുറഞ്ഞ 2 ചാപ്റ്റേഴ്സ്, അവസാനത്തെ 2 ചെറിയ ചാപ്റ്ററുകളാണ്. ബാക്കി എല്ലാത്തിനും ഏകദേശം ഒരേ വെയിറ്റേജ് ആണ്. കോർഡിനേഷൻ ഒക്കെ വളരെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. 10 മാർക്ക് വെയിറ്റേജ് പോയിട്ട് കോർഡിനേഷൻ ഉണ്ട്, ഹാലോ ആൽക്കിന് 11 മാർക്ക് ഉണ്ട്. ആലോചിക്കുക, എല്ലാവരും ആവറേജ് 8 മാർക്ക് എല്ലാത്തിനും എക്സ്പെക്ട് ചെയ്യാം അല്ലേ. അപ്പോ നമുക്ക് വീണ്ടും കാണാം. ബൈ.